ചാരുന്നൻ പ്രാണപ്രിയനേ, അങ്ങു മാത്രമാണിന്നും എന്റെ സർവസ്വം. അങ്ങേപ്പോലെൻ ദൈവമില്ലാരുള്ളി ലോകേ, അങ്ങിലല്ലാതെ വേറെയില്ലെന്നാശ്രയം. അങ്ങിൽ മാത്രം ചാരുന്നൻ പ്രാണപ്രിയനേ, അങ്ങു മാത്രമാണിന്നും എന്റെ സർവസ്വം. ആരാധന അങ്ങേയ്ക്കാരാധന, എന്നേശുവേ അങ്ങേയ്ക്കാരാധന. ആരാധന അങ്ങേയ്ക്കാരാധന,
ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം 12-ാം വാക്യം നമുക്ക് വായിക്കാം. അവനൊരു സ്വപ്നം കണ്ടു. ഇതാ, ഭൂമിയിൽ വെച്ചിരിക്കുന്ന ഒരു കോവണി, അതിൻ്റെ തല സ്വർഗത്തോളം എത്തിയിരുന്നു. ദൈവത്തിൻ്റെ ദൂതന്മാർ അതിന്മേൽ കൂടി കയറുകയും ഇറങ്ങുകയുമായിരുന്നു. അതിന്മീതെ യഹോവ നിന്ന് അരുളിച്ചെയ്തത്, ഞാൻ നിൻ്റെ പിതാവായ അബ്രഹാമിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ദൈവവുമായ യഹോവയാകുന്നു. നീ കിടക്കുന്ന ഭൂമിയെ ഞാൻ നിനക്കും നിൻ്റെ സന്തതിക്കും തരും. ദൈവത്തിന് സ്തോത്രം. വേദപുസ്തകത്തിൽ അബ്രഹാമിൻ്റെ മകനായ ഇസഹാക്കിൻ്റെ മകനായ യാക്കോബിനുണ്ടായതായ ദൈവീക പ്രത്യക്ഷതയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ദൈവീക പ്രത്യക്ഷത. ഇതിന് മുൻപുള്ളതായ സമയങ്ങളിൽ യാക്കോബിനുണ്ടായ അനുഭവങ്ങൾ അതെല്ലാം സെക്കൻഡ് ഹാൻഡ് നോളജാണ്. അപ്പനിൽ നിന്ന് കിട്ടിയതായ അറിവ്, അപ്പൻ്റെ അപ്പനിൽ നിന്ന് കിട്ടിയതായ അറിവ്. അബ്രഹാമിൽ നിന്ന് യാക്കോബിന് അറിവുകൾ കിട്ടിയിട്ടുണ്ട്. യാക്കോബിൻ്റെ ജീവിതത്തിൽ ബാല്യകാലം മുഴുവൻ അബ്രഹാം പിതാവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അബ്രഹാമിന് ശേഷം ഇസ്ഹാക്കിൽ നിന്ന് യാക്കോബിന് ദൈവത്തെക്കുറിച്ചുള്ള അറിവുകളുണ്ട്. ദൈവീക പ്രത്യക്ഷതയെക്കുറിച്ചുള്ളതായ കേട്ടുകേൾവിയുണ്ട്. പക്ഷേ യാക്കോബിന് ഒരിക്കലും സ്വന്തമായ ഒരു ദൈവീക പ്രത്യക്ഷത കിട്ടിയിട്ടില്ല. മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്നതായ അറിവ് അത് ഒരു സെക്കൻഡ് ഹാൻഡ് നോളജാണ്. മറ്റുള്ളവരിൽ നിന്ന് ലഭിക്കുന്നതാണ്, മറ്റുള്ളവർ പറഞ്ഞു കേൾക്കുന്നതാണ്. എന്നാൽ യാക്കോബ് ഒരിക്കലും എനിക്ക് നേരിട്ട് ഇങ്ങനൊരു അനുഭവം വേണമെന്ന് ചിന്തിച്ചിട്ടില്ല. അങ്ങനെ ചിന്തിക്കാൻ തക്കവണ്ണുള്ളതായൊരു മനോഭാവമായിരുന്നില്ല യാക്കോബിനുണ്ടായിരുന്നത്. യാക്കോബിൻ്റെ മനസ്സ് പലപ്പോഴും ലോകത്തിലേക്ക് മാത്രം കേന്ദ്രീകരിച്ചുള്ളതായിരുന്നു. ഈ ലോകമായിരുന്നു യാക്കോബിൻ്റെ വിഷയം. ഈ ലോകത്തെ അനുഗ്രഹങ്ങൾ, ഈ ലോകത്തിലെ സുഖങ്ങൾ, ഈ ലോകത്തിലെ സന്തോഷങ്ങൾ, ഇങ്ങനെയെല്ലാം ഉള്ളതായ ലക്ഷ്യം ഉണ്ടായിരുന്നത് കൊണ്ട് യാക്കോബിന് ദൈവത്തിങ്കിലേക്ക് സ്വന്തമായിട്ട് നോക്കണമെന്ന് തോന്നിയില്ല. ദൈവം എനിക്ക് നേരിട്ട് പ്രത്യക്ഷനാകണമെന്ന് യാക്കോബ് ആഗ്രഹിച്ചില്ല. ദൈവത്തിൻ്റെ വ്യക്തമായ അരുളപ്പാട് എനിക്ക് നേരിട്ട് കിട്ടണമെന്ന്, എൻ്റെ അപ്പനും അപ്പൻ്റെ അപ്പനും കിട്ടിയതായ ആ അനുഗ്രഹത്തിൻ്റെ നേരിട്ടുള്ളതായ അനുഭവം എനിക്കും വേണമെന്ന് യാക്കോബിന് ആഗ്രഹിക്കാൻ തോന്നിയിട്ടില്ല. കാരണം ലക്ഷ്യം ലോകത്തിലേക്കായിരുന്നു. നമ്മിൽ പലരും അങ്ങനെയാണ്. പലരും പറഞ്ഞു നാം കേട്ടിട്ടുണ്ട്, വേദപുസ്തകം വായിച്ചെന്ന് അറിഞ്ഞിട്ടുണ്ട്, ആത്മീയമായ കാര്യങ്ങൾ നമുക്ക് ചെറിയ ഉത്സാഹം വന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് വ്യക്തിപരമായി യേശുക്രിസ്തുവിനോടൊരു സ്നേഹബന്ധം വേണം, അതെൻ്റെ ആവശ്യമാണ്. ക്രിസ്തുവുമായി എനിക്ക് നേരിട്ടുള്ളതായൊരു സ്നേഹബന്ധം കിട്ടിയെങ്കിൽ ഈ ആത്മീയ ജീവിതം ശരിയായ ദിശയിലൂടെ നീങ്ങുകയുള്ളൂ എന്നുള്ളതായ കാഴ്ചപ്പാട് പലപ്പോഴും നമുക്ക് കിട്ടിയിട്ടില്ല. സഹോദരങ്ങളെ, യാക്കോബിന് കിട്ടിയത് മറ്റുള്ളവരിൽ നിന്ന് കിട്ടിയതായ ചില അറിവുകളാണ്. തീർച്ചയായും അബ്രഹാം പിതാവിൻ്റെ മടിയിൽ കൊച്ചുകുട്ടിയായ യാക്കോബ് ഇരുന്നപ്പോൾ അബ്രഹാം പിതാവ് എന്തെല്ലാം പറഞ്ഞു കാണും? ഞാൻ ചിലപ്പോഴെല്ലാം ഭാവനയിൽ ഇങ്ങനെ ചിന്തിക്കും, എന്തെല്ലാം അബ്രഹാം പിതാവ് പറഞ്ഞു കാണും. മോനെ, നിൻ്റെ അപ്പനായ ഇസ്ഹാക്ക് ഉണ്ടല്ലോ, ഇന്ന് നല്ല പ്രായമായി. പക്ഷേ നിൻ്റെ അപ്പനായ ഇസ്ഹാക്ക് ചെറുപ്രായത്തിൽ, ബാല്യപ്രായത്തിൽ നിൻ്റെ അപ്പനായ ഇസ്ഹാക്ക് അന്ന് എന്നെ അനുസരിച്ച ഒരു വലിയ സംഭവം ഉണ്ടായി. ഞാൻ പറഞ്ഞത് കേട്ട് അവൻ കൈകൾ നീട്ടിത്തന്ന ഒരു സമയമുണ്ടായി. ഞാൻ പറഞ്ഞു, നിന്നെ യാഗം കഴിക്കാനാണ് ഈ മോറിയാമലയിലേക്ക് കൊണ്ടുവന്നത് എന്ന്. അത് കേട്ട് ഒരു മടിയും കൂടാതെ നിൻ്റെ അപ്പനായ ഇസ്ഹാക്ക് അന്ന് എൻ്റെ നേരെ കൈ നീട്ടിത്തന്നു. ആ കൈകൾ ഞാൻ കൂട്ടിക്കെട്ടി, കാലുകളും കൂട്ടിക്കെട്ടി. അതിനു മുൻപ് മനുഷ്യനെ അങ്ങനെ യാഗമർപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല, എൻ്റെ മകൻ ഇസ്ഹാക്ക് കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. ആദ്യമായിട്ടൊരു മനുഷ്യനെ യാഗം കഴിക്കാൻ ദൈവം പറഞ്ഞു. അത് ഒരു അത്ഭുതമായിരുന്നു. അതൊരു വളരെ വലിയ പരിഭ്രാന്തിക്ക് കാരണമായിരുന്നു. പക്ഷേ ആ പരിഭ്രാന്തിയൊന്നും അവൻ്റെ മുഖത്ത് കണ്ടില്ല, ഒരു ചാഞ്ചല്യവും വന്നില്ല. ദൈവം എങ്ങനെയാണ് കൽപ്പിച്ചത് എന്ന് പറഞ്ഞപ്പോൾ പൂർണ്ണ അനുസരണത്തോടെ അവൻ എൻ്റെ നേരെ കൈ നീട്ടി തന്നു. ഞാൻ കൈകൾ രണ്ടും കൂട്ടിക്കെട്ടി. അവനെ ഞാൻ യാഗപീഠത്തിന് മീതെ, വിറകിൻ മീതെ കിടത്തി. യാക്കോബ് ഇതെല്ലാം കേട്ട് അതിശയത്തോടെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. യാക്കോബിനൊന്നും മനസ്സിലാകുന്നില്ല. എന്താണ് എൻ്റെ അപ്പനെ യാഗം കഴിക്കാൻ കൊണ്ടുപോയി എന്ന് പറയുന്നത്?
അപ്പനെ വെട്ടിക്കൊല്ലാൻ പോകുന്നു പറയുന്നത്, അപ്പനെ യാഗം കഴിച്ച് വിറകിൽ തീ കൊടുത്ത് അപ്പനെ ദഹിപ്പിക്കുക എന്ന് പറയുന്നത്, ഇതൊന്നും യാക്കോവിന് മനസ്സിലാകുന്ന കാര്യങ്ങളല്ല. ഏതോ ഒരു സ്വപ്നലോകത്തിരുന്ന് കേൾക്കുന്നത് പോലെ യാക്കോബ് ഇതെല്ലാം ഒന്ന് കേട്ടത്, അതെല്ലാം സ്വന്തമായൊരു അനുഭവമായി മനസ്സിലാക്കാൻ സാധിക്കാതിരുന്നത്, സ്വന്തം ജീവിതത്തിൽ എന്താണ് ഈ യാഗമെന്ന് പറയുന്നത് എന്ന് മനസ്സിലാക്കാതിരുന്നതായ കാര്യങ്ങൾ, ഇതെല്ലാം യാക്കോവിൻ്റെ മനസ്സിലങ്ങനെ തങ്ങി തങ്ങി നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്നാൽ സ്വന്തമായിട്ട് ദൈവത്തെ വേണമെന്നോ, സ്വന്തമായിട്ട് ഈ ദൈവത്തെ അനുസരിക്കണമെന്നോ, സ്വന്തമായിട്ട് ദൈവത്തിൽ നിന്നൊരു കൽപ്പന കിട്ടണമെന്നോ, സ്വന്തമായിട്ട് ദൈവത്തിൽ നിന്ന് നേരിട്ട് ഒരു വെളിപ്പാട് ലഭിക്കണമെന്നോ, ദൈവീകമായൊരു പ്രത്യക്ഷത വേണമെന്നോ യാക്കോബിന് ആഗ്രഹിക്കാൻ തോന്നിയില്ല. എന്നാൽ ഈ 28-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവം നേരിട്ട് യാക്കോബിൻ്റെ അടുക്കിലേക്ക് ഇറങ്ങി വരികയാണ്. യാക്കോബ് ആഗ്രഹിച്ചിട്ടല്ല. പാട്ടുകാരൻ പാടും, തേടിയതല്ല ഞാൻ നിന്നെ, ക്രൂസിൻ സ്നേഹം തേടി ഈ പാപിയാം എന്നെ. ക്രൂസിലെ സ്നേഹം പാപിയായ എന്നെ തേടി വന്നു. സ്നേഹിതരെ പറയട്ടെ, നിങ്ങൾ അനേകം പേരും ഈ ഒരു പരമസത്യം ഗ്രഹിച്ചുകൊള്ളൂ. നിങ്ങളാരും യേശുവിനെ തേടി പുറപ്പെട്ടില്ല. നിങ്ങളാരും അതിനുവേണ്ടി കാത്തിരുന്നില്ല. യേശുവിനെ കാണണമെന്നോ, യേശുക്രിസ്തുവിൻ്റെ സ്നേഹം എന്താണെന്ന് രുചിക്കണമെന്നോ, യേശുക്രിസ്തുവിൻ മനുഷ്യനിൽ വരുന്നതായ വ്യത്യാസം എന്താണ് എന്ന് അനുഭവിക്കണമെന്നോ, ഒരു മനുഷ്യന് വരുന്നതായ രൂപാന്തരം എന്താണെന്ന് ഗ്രഹിക്കണമെന്നോ ഒന്നും ചിന്തിക്കാതിരുന്നപ്പോൾ കർത്താവ് വന്ന് നേരിട്ട് നമ്മുടെ മധ്യത്തിലേക്ക് വന്ന്, നിങ്ങളുടെ അരികത്തേക്ക് വന്ന്, നിങ്ങളുടെ ഹൃദയത്തിലേക്ക് വന്ന് നിങ്ങളിൽ ഇരിപ്പുറപ്പിക്കുകയാണ് ചെയ്തത്. എന്തൊരു അത്ഭുതമാണത്! ദൈവം നമ്മെ സ്നേഹിച്ച് നമ്മുടെ അരികിലേക്ക് വന്നു. ഓരോ ദിവസവും ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ അരികിലേക്ക് വരികയാണ്. ക്രിസ്തു നമ്മുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വരികയാണ്. ക്രിസ്തു നമ്മോട് നേരിട്ട് ഇടപെടുകയാണ്. അവൻ നമ്മുടെ ഹൃദയത്തിൻ്റെ വേദനകൾ കാണുകയാണ്. നമ്മുടെ നൊമ്പരങ്ങളോടൊന്ന് അറിയുകയാണ്. നമ്മുടെ കണ്ണുനീരോടൊന്ന് ഒപ്പി തരികയാണ്. ഹൃദയത്തിൻ്റെ നൊമ്പരങ്ങളോടൊന്ന് ഒപ്പി മാറ്റുകയാണ്. പലരുടെയും മനസ്സിൽ നീറ്റലുകളുണ്ട്, വേദനകളുണ്ട്, ഭാരങ്ങളുണ്ട്, ആകുലങ്ങളുണ്ട്, ആവലാധികളുണ്ട്. ഇതെല്ലാം കർത്താവ് കണ്ടിട്ട് അവിടുന്ന് സ്നേഹത്തോടെ വന്ന് നമ്മുടെ ഹൃദയത്തിൽ അധിവസിക്കുകയാണ്. തേടിയതല്ല ഞാൻ നിന്നെ, ക്രൂസിൻ സ്നേഹം തേടി ഈ പാപിയാം എന്നെ. നമുക്കൊരിച്ചൊന്ന് പാടാം. തേടിയതല്ല ഞാൻ നിന്നെ, ക്രൂശിൻ സ്നേഹം തേടി പാപിയാമെന്നെ. തേടിയതല്ല ഞാൻ നിന്നെ, ക്രൂശിൻ സ്നേഹം തേടി പാപിയാമെന്നെ. ഓടുന്നു ലാക്കിലേക്കു പാടുകൾ ഏറ്റു ഞാൻ, ഓടുന്നു ലാക്കിലേക്കു പാടുകൾ ഏറ്റു ഞാൻ. മാറുവാനാവതല്ലിനി, ആമേൻ, മാറുവാനാവതല്ലിനി. ലോകത്തിലേകയാശ്രയം എന്നേശു മാത്രം. ശോകങ്ങൾ ഏറി വന്നാലും ലോകത്തിലേകയാശ്രയം എന്നേശു മാത്രം. ശോകങ്ങൾ ഏറി വന്നാലും. ദൈവത്തിന് സ്തോത്രം. ജീവനുള്ള ദൈവം നമുക്ക് പ്രത്യക്ഷനാകുന്നു. ദൈവം നേരിട്ട് നമുക്ക് അനുഭവങ്ങൾ തരുന്നു. ദൈവം നേരിട്ട് ഒരു പാവപ്പെട്ട മനുഷ്യനോട് സംസാരിക്കുന്നു. അബ്രഹാമിനോട് ദൈവം സംസാരിച്ചു. അബ്രഹാമിനോട് ദൈവം നേരിട്ട് ഇടപെട്ടു. പ്രിയപ്പെട്ടവരെ, ഈ വെറും നിസ്സാരനായ ഒരു മനുഷ്യനോട്, ഭൗമികനായ മനുഷ്യനോട്, ലൗകികനായ മനുഷ്യനോട്, ലോകമേ ശരണമെന്ന് കരുതുന്ന മനുഷ്യനോട്, ജീവിതത്തിലെ ആകുലങ്ങളും ആവലാദികളുമായി തട്ടിമുട്ടി വലയുന്ന മനുഷ്യനോട്, പ്രാരബ്ധങ്ങളും ക്ലേശങ്ങളുമായി അഴലുന്ന മനുഷ്യനോട് നിത്യനായ ദൈവം ഇറങ്ങി വന്ന് സംസാരിക്കുക. മഹാത്ഭുതം. യാക്കോബിൻ്റെ അരികിലേക്ക് ദൈവം ഇറങ്ങി വന്നു. അതിന് മുഖാന്തരമായത് ഒരു വലിയ യാതനയാണ്, ഒരു വലിയ കഷ്ടതയാണ്. യാക്കോബ് നിരാശനായി ഓടുകയായിരുന്നു. യാക്കോബ് അത്യന്തം പരവശനായി അവൻ ഓടുന്നതാണ് നാം വായിക്കുന്നത്. അവൻ സ്വന്തം ഭവനത്തിൽ നിന്ന് ഹാരാനിലേക്ക് ഓടുകയാണ്. ബേർസബയിൽ നിന്ന് അവൻ ഈ ബേഥേൽ വരെ എത്തിയുള്ളൂ. ഹാരാനിലേക്കുള്ള ഓട്ടമാണ്. ഏതാണ്ട് 70 മൈൽ അവൻ നടന്ന് അല്ല ഓടി തീർത്തിരിക്കുന്നു. അവിടെ ബേർസബയിൽ നിന്ന് പുറപ്പെട്ടു. ഇപ്പോൾ ബേഥേൽ എത്തിയിരിക്കുകയാണ്.
70 മൈൽ ഈ ചെറുപ്പക്കാരൻ ഓടി ഓടി തളർന്നു. അത് മണലാരണ്യത്തിൽ കൂടെയുള്ള യാത്രയല്ലേ. അവൻ്റെ കാലുകൾ നല്ലതുപോലെ കഴയ്ക്കുന്നു, നല്ല ക്ഷീണം, മുട്ടെല്ലാം അങ്ങ് തളർന്നു പോകുന്നത് പോലെ. വല്ലയിടത്തുനിന്ന് ഇരുന്നാൽ മതി, ഒന്ന് കിടന്നാൽ മതി, ധൈര്യമില്ല. അവൻ്റെ സഹോദരൻ ഏശാവ് പിറകെ വരുന്നുണ്ടോ, പിടികൂടാൻ വരുന്നുണ്ടോ, മരണഭീതിയോടെയുള്ളൊരു ഓട്ടമാണ്. യാക്കോബ് അങ്ങനെ പോകുമ്പോൾ അവൻ്റെ ഹൃദയം നിറയെ നിരാശയാണ്. ഇനി ഞാൻ എന്നാണ് വീട്ടിലേക്ക് വരിക? എൻ്റെ അപ്പനെ ഞാൻ ഇനി കാണുമോ? എൻ്റെ അമ്മയെ ഇനി കാണുമോ? എൻ്റെ ഭാവി എന്താണ്? ഞാൻ പോകുന്ന സ്ഥലം ഞാൻ കണ്ടിട്ടുള്ള സ്ഥലമല്ല. പണ്ട് എൻ്റെ അമ്മ ജനിച്ച് വളർന്ന സ്ഥലമാണ്, പക്ഷേ ആ സ്ഥലം ഞാൻ കണ്ടിട്ടില്ല. അവിടെ എന്തെല്ലാമാണോ അനുഭവങ്ങൾ വരാൻ പോകുന്നത്, അവിടെയുള്ള ആളുകൾ എങ്ങനെയാണ്, എൻ്റെ അമ്മാവൻ എങ്ങനെയുള്ള മനുഷ്യനാണ്, ഒന്നും അറിഞ്ഞുകൂടാ. യാക്കോബ് തീർത്തും അവശനിലയിലാണ് ഇപ്പോൾ ഓടുന്നത്. ദൈവത്തിന് സ്തോത്രം. തീരെ വയ്യാതായി, ഓടി ഓടി തളർന്നു. വയ്യാതായി അവൻ ഒരിടത്ത് ചെന്ന് അവിടെ അങ്ങ് ഇരുന്നു പോയി. ഒരു കല്ലുമേൽ ചാരി അങ്ങ് ഇരുന്നു. ആ കല്ല് തലേണിയാക്കിക്കൊണ്ട് അവൻ അവിടെ കിടന്നു. പ്രിയപ്പെട്ടവരെ, ഓടി ഓടി തളർന്നവർ, ഇന്ന് ഈ വാക്കുകളെ കേൾക്കുന്ന നിങ്ങളിൽ ചിലർ ഓടി ഓടി തളർന്നവരാണ്. നിരാശയുടെ ഓട്ടമോടിയവരുടെ ഇരിക്കുന്നുണ്ട്, ആകുലതയുടെ ഓട്ടമോടിയവരുടെ ഇരിക്കുന്നുണ്ട്, രോഗത്തിൻ്റെ ക്ലേശത്തിൻ്റെ ഓട്ടമോടിയവരോട് ഇരിക്കുന്നുണ്ട്. 10 പൈസ കയ്യിലെടുക്കാൻ വകയില്ലാതെ, സ്വന്തമായി വരുമാന മാർഗമില്ലാതെ മനസ്സ് ഓടി തളർന്നവരോട് ഇരിക്കുന്നുണ്ട്. കടത്തിൽ മുങ്ങി വലഞ്ഞ് എങ്ങനെ അടുത്ത ദിവസം ഞാൻ നേരിടേണ്ടുവെന്ന് അറിയാതെ മനസ്സ് നൊന്തിരിക്കുന്നവർ ഇവിടെ ഈ വാക്കുകൾ കേൾക്കുന്നുണ്ട്. സഹോദരങ്ങളെ, ജീവിതത്തിലെ ക്ലേശങ്ങളിൽ, ജീവിതത്തിലെ പ്രാരബ്ധങ്ങളിൽ, ജീവിതത്തിലെ ആകുലതകളിൽ മനസ്സ് നൊന്ത് വിങ്ങി വിങ്ങി കഴിഞ്ഞവർ, ദൈവത്തിന് സ്തോത്രം, ഓടി ഓടി തളർന്നവർ. എന്നുണ്ട് ഒരു വിശ്രമം? എന്തെങ്കിലും വിശ്രമം കിട്ടിയിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു സമാധാനം കിട്ടിയിട്ടുണ്ടോ? ജനിച്ച അന്ന് മുതൽ, അല്ല ഓർമ്മ വെച്ച കാലം മുതൽ എന്നും ദുരിതത്തിൻ്റെ മേൽ ദുരിതം. ദൈവത്തിന് സ്തോത്രം. ഏങ്ങലടികളും നെടുവീർപ്പുകളും മാത്രം. എന്നാൽ നിങ്ങോട്ട് പറയട്ടെ, ദൈവത്തിന് സ്തോത്രം, ഓടി ഓടി തളരുമ്പോഴും നിങ്ങളുടെ മേൽ ദൃഷ്ടി വയ്ക്കുന്ന ഒരു നിത്യനായ ദൈവമുണ്ട്. നീ ഓടി ഓടി തളർന്നു സ്നേഹിത, നിൻ്റെ ജീവിതത്തിൽ നീ വലഞ്ഞുപോയി. പക്ഷേ നിന്നെ കാണുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ അറിയുന്ന ഒരു ദൈവമുണ്ട്, നിന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവം നിന്നെക്കുറിച്ച് ഏറ്റവും നല്ലത് മുൻ കരുതുകയാണ്. നീ ആ ദൈവത്തെ ഓർത്തില്ല, ആ ദൈവം നിന്നെ കരുതുന്നുണ്ടെന്ന് നീ അറിഞ്ഞില്ല. നിൻ്റെ കാര്യം നോക്കാൻ നിനക്കൊരപ്പനുണ്ടെന്ന് നീ അറിഞ്ഞില്ല. നീ ജീവിതത്തിൽ പലതും നഷ്ടപ്പെട്ട് ഓടുകയാണ്. നിനക്ക് സ്വന്തമായിട്ടുണ്ടായിരുന്നത് എല്ലാം വിട്ട് നീ ഓടുകയാണ്. എന്നാൽ നിന്നെ കാണുന്ന, നിന്നെ കരുതുന്ന, നിന്നെ സ്നേഹിക്കുന്ന, നിനക്ക് വേണ്ടി എല്ലാം ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു നല്ല പിതാവുണ്ട്, നല്ല ദൈവമുണ്ട്, ഒരു നല്ല രക്ഷകനുണ്ട്, ഒരു നല്ല ജീവദാതാവുണ്ട്. ആ ജീവനുള്ള ദൈവം യാക്കോബിനെ പിൻപറ്റുകയായിരുന്നു. യാക്കോബ് അവിടെ ചെന്നു, തളർന്നു, കല്ല് ഒരു തലേണിയാക്കി വെച്ചു. ഞാൻ ആ തലേണിക്ക് ഇംഗ്ലീഷിൽ പറയുന്ന വാക്കെന്ന് പറഞ്ഞോട്ടെ, പില്ലോ എന്ന്. ആ പില്ലോ ഒരു പില്ലറായി മാറി. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. പില്ലോ ചേഞ്ച് ടു ബി എ പില്ലർ. ദൈവത്തിന് സ്തോത്രം. തലേണ തൂണായി മാറി. സ്വർഗത്തിലെ ദൈവം ചിലതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യും. ഇന്ന് നിങ്ങൾ തലയിണയായി വെച്ചിരിക്കുന്ന കല്ലുണ്ടല്ലോ, അത് നിങ്ങളുടെ ജീവിതത്തിലെ നെടുന്തൂണായി മാറാൻ പോവുകയാണ്. അത് നിങ്ങളുടെ ജീവിതത്തിലെ യാഗപീഠമായി മാറാൻ പോവുകയാണ്. അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആരാധനാ കേന്ദ്രമായി മാറാൻ പോവുകയാണ്. നിങ്ങളുടെ യാഗത്തിൻ്റെ വേദിയായി മാറാൻ പോവുകയാണ്. നിങ്ങൾക്ക് മനസ്സിലായില്ല? സഹോദരങ്ങളെ, മനസ്സിലാക്കി തരാം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് നിങ്ങൾ തളർന്നിരിക്കുന്നു, ഇന്ന് നിങ്ങൾ അവശരായിരിക്കുന്നു, ഇന്ന് പല പല പ്രശ്നങ്ങളിൽപ്പെട്ട് നിങ്ങളുടെ മനസ്സ് ഉഴന്നിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ നിങ്ങൾ നിവർന്ന് തൂണ് നാട്ടുന്ന ദിവസം അടുത്തു വരുന്നു. നല്ലൊരു ശുഭകാലം അടുത്തു വരുന്നു. ഈ ജീവിതത്തിൻ്റെ ഇന്നത്തെ ഈ കല്ലുകൾ അതെല്ലാം തൂണായി മാറും. ദൈവത്തിന് സ്തോത്രം. നിൻ്റെ ആരാധനയുടെ കേന്ദ്രമായി മാറും. നിൻ്റെ ജീവിതത്തിൽ ആരാധന തുടങ്ങും. നിൻ്റെ ജീവിതത്തിൽ യാഗമർപ്പിക്കാൻ ഇടയാകും. നിന്നെയും നിനക്കുള്ളതിനെയും യാഗമർപ്പിക്കുന്ന ഒരു മഹാത്ഭുതത്തിലേക്ക് അത് നീങ്ങും. അത്യത്ഭുതകരമായൊരു സംഭവം നിൻ്റെ ജീവിതത്തിൽ നടക്കും. നിൻ്റെ ജീവിതത്തിൽ ദൈവിക പ്രത്യക്ഷത നിനക്ക് ലഭിക്കും. ദൈവം നിന്നോട് നേരിട്ട് ഇടപെടും. എൻ്റെ കർത്താവിന് സ്തോത്രം. കല്ല് തലയണിയായി വെച്ച് അവിടെ കിടന്ന് ഉറങ്ങിപ്പോയി. പാവം, ക്ഷീണിതനല്ലേ, വിശപ്പും ദാഹവും നല്ലതുപോലെ, നല്ല തളർച്ച, അങ്ങ് ഉറങ്ങിപ്പോയി. ഉറക്കത്തിൽ ഇതാ ഒരു സ്വപ്നം കണ്ടു. നമുക്ക് വായിക്കാം 12-ാം വാക്യം മുതൽ. അവനൊരു സ്വപ്നം കണ്ടു. ഇതാ ഭൂമിയിൽ വെച്ചിരിക്കുന്ന ഒരു കോവണി, അതിൻ്റെ തല സ്വർഗത്തോളം എത്തിയിരുന്നു.
ദൈവത്തിൻ്റെ ദൂതന്മാർ അതിന്മേൽ കൂടി കയറുകയും ഇറങ്ങുകയുമായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഒരു ഗോവണി ഭൂമിയിൽ വെച്ചിരിക്കുന്നു, പക്ഷേ അതിൻ്റെ തല സ്വർഗത്തോളം എത്തുന്നു. ദൈവത്തിന് സ്തോത്രം. സ്വർഗത്തോളം എത്തുന്ന ഒരു ഗോവണി. ഇതെന്തൊരു ദർശനമാണിത്, ഇതെന്തൊരു സ്വപ്നമാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, മനുഷ്യന് മനസ്സിലാവുകയില്ല ഇതേതാണ് ഈ സ്വപ്നം. ദൈവത്തിന് സ്തോത്രം. നിരാശനായിരിക്കുന്നവൻ്റെ അരികിൽ കർത്താവായ യേശുക്രിസ്തു പ്രത്യക്ഷപ്പെടുകയാണ്, ഗോവണിയായി പ്രത്യക്ഷപ്പെടുകയാണ്. യേശുക്രിസ്തു ഒരു ഗോവണിയായി ഇറങ്ങി വരികയാണ്. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. ആർക്ക് നിരാശയുണ്ട്, ആർക്ക് വേദനയുണ്ട്, ആർക്ക് സങ്കടമുണ്ട്, ആർക്ക് ആവലാതിയുണ്ട്, ആർക്ക് മനപീഡകൾ വർദ്ധിച്ചിരിക്കുന്നു, ആർക്ക് ജീവിത യാതനകൾ കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്നു, സ്നേഹിതരെ, യേശുക്രിസ്തു നിങ്ങളുടെ അരികിലേക്ക് ഇറങ്ങി വരും. ഗോവണിയായി ഇറങ്ങി വരുന്നു. ഭൂമിയിൽ തൊട്ടിരിക്കുന്നു, എന്നാൽ മുകളിൽ പിടിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഭൂമിയിൽ നിന്ന് മുകളിലേക്കുള്ളൊരു ഗോവണി. മനുഷ്യജാതിക്ക് എക്കാലത്തും ഈ ഭൗമികമായ തലത്തിൽ നിന്ന് ഉയർന്ന് സ്വർഗീയ ഉന്നതകളിലേക്ക് കയറാനുള്ള ഗോവണിയാണ് കർത്താവായ യേശുക്രിസ്തു. ദൈവത്തിന് സ്തോത്രം. ഈ ഗോവണിയിൽ കൂടി ആരെല്ലാം കയറി? എത്രയോ വീരന്മാർ കയറിപ്പോയി, എത്രയോ മഹത്തുക്കൾ കയറിപ്പോയി, എത്രയോ ബലശാലികൾ കയറിപ്പോയി, എത്രയോ ഭരണകർത്താക്കൾ കയറിപ്പോയി, എത്രയോ ശാസ്ത്രജ്ഞന്മാർ കയറിപ്പോയി, എത്രയോ ചരിത്രകാരന്മാർ കയറിപ്പോയി. ഈ ഗോവണിയിൽ കൂടി എത്രയോ തത്വചിന്തകന്മാർ കയറിപ്പോയി, എത്രയോ ബുദ്ധിജീവികൾ കയറിപ്പോയി, എട്ടും പൊട്ടും തിരിയാത്ത മുക്കുവ തൊഴിലാളികൾ കയറിപ്പോയി. സ്നേഹിത, നീയും ഈ ഗോവണിയിൽ കൂടി കയറാൻ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ ഗോവണി നിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. ആ ഗോവണിയിൽ കൂടി നിനക്ക് വേണമെങ്കിൽ മുകളിലോട്ട് കയറാം. ദൈവത്തിന് സ്തോത്രം. ആ ഗോവണിയിൽ കൂടി നിനക്ക് സ്വർഗീയ ഉന്നതകളിലേക്ക് കയറി ചെല്ലാം. നിനക്ക് സ്വർഗീയ പിതാവിൻ്റെ കൃപാസനത്തിൻ്റെ അരികിലേക്ക് ചെല്ലാം. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല. പാവൊഴികെ സകലത്തിലും നമുക്ക് തുല്യമായി പരീക്ഷിക്കപ്പെടുന്നത്രയും നമുക്കുള്ളത്. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തൽസമയത്ത് സഹായത്തിലുള്ള കൃപ പ്രാപിപ്പാനുമായി നാം ധൈര്യത്തോടെ കൃപാസനത്തിനടുത്ത് ചെല്ലുക. ധൈര്യത്തോടെ കൃപാസനത്തിനടുത്തേക്ക് ചെല്ലാം. ഏത് പാപിക്കും കടന്നിയെല്ലാം, ഏത് കൊടുനിഷ്ഠൂര പാതകിക്കും കടന്നിയെല്ലാം, ഏത് ക്രൂരഹൃദയനും കടന്നിയെല്ലാം, ജീവിതം താറുമാറാക്കിയവനും കടന്നിയെല്ലാം, എല്ലാം കളഞ്ഞു കുളിച്ചവനും കയറിച്ചെല്ലാം. ദൈവത്തിന് സ്തോത്രം. ആർക്കും കയറാവുന്നൊരു ഗോവണീത ഭൂമിയിൽ തൊട്ടിരിക്കുന്നു. ഈ ഭൂമിയിലുള്ള ആർക്കും കയറിച്ചെല്ലാം. ദൈവത്തിന് സ്തോത്രം. അത് ഇന്ന ജാതിയിലുള്ളവനെ കയറാവൂ എന്നില്ല, ഇന്ന മതത്തിൽപ്പെട്ടവനെ അതിൽ കയറാവൂ എന്നില്ല, ഇന്ന സഭയിൽപ്പെട്ടവനെ അതിൽ കയറാവൂ എന്നില്ല, ഇന്നിടത്തുള്ളവനെ കയറാവൂ എന്നില്ല, ഇന്ന വിദ്യാഭ്യാസമുള്ളവനെ കയറാവൂ എന്നില്ല. ആ യാതൊരാൾക്കും കയറാവുന്ന ഒരു സ്വർഗീയ ഗോവണീത ഭൂമിയിൽ തൊട്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. 2000-ലേറെ വർഷം മുൻപ് ആ ഗോവണി അക്ഷരികമായി ഭൂമിയിൽ അവതാരം ചെയ്തു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. എന്നാൽ ലോകാരംഭത്തിന് മുമ്പേ ഈ ഗോവണി സ്ഥാപിക്കപ്പെട്ടതാണ്. ലോകാരംഭത്തിന് മുമ്പേ ഈ കുഞ്ഞാട് അറുക്കപ്പെട്ടതാണ്. ദൈവത്തിന് സ്തോത്രം. ലോകാരംഭത്തിന് മുമ്പേ കൊള്ളറുക്കപ്പെട്ട ദൈവ കുഞ്ഞാടാണവൻ. പ്രിയപ്പെട്ടവരെ, അവൻ ദാവീദിൻ്റെ വേരാണ്, അവൻ ദാവീദിൻ്റെ വംശമാണ്, അവൻ ശുഭ്രമായ ഉദയ നക്ഷത്രമാണ്, അവൻ ആദിയില്ലാത്ത ആദിയാണ്, അവൻ അന്തമില്ലാത്ത അന്തമാണ്, അവൻ അനാദ്യന്തനാണ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. എൻ്റെ യേശു വലിയവനാണ്, യേശു ഉന്നതനാണ്, യേശു അത്ഭുത പുരുഷനാണ്, അവൻ വീരനാം ദൈവമാണ്, അവൻ അത്ഭുത മന്ത്രിയാണ്, അവൻ നിത്യപിതാവാണ്, അവൻ സമാധാന പ്രഭുവാണ്, അവൻ നമ്മുടെ ജീവദാതാവാണ്, അവൻ ജീവനായകനാണ്, അവൻ ജീവൻ കൽപ്പിക്കുന്നവനാണ്, അവൻ ജീവൻ പകരുന്നവനാണ്, അവൻ പാപിയെ വീണ്ടെടുക്കുന്നവനാണ്, അവൻ അശുദ്ധനെ വിശുദ്ധനാക്കുന്നവനാണ്. ഏതൊരു പാപിക്കും അവൻ്റെ സന്നിധിയിലേക്ക് കയറി ചെല്ലാം. പ്രിയപ്പെട്ടവരെ, ഈ യേശു ഇന്ന് സ്വർഗത്തിലേക്ക് കയറുന്ന ഗോവണിയായി നമ്മുടെ മധ്യത്തിൽ സ്ഥാപിച്ചിരിക്കുകയാണ്. യേശു നമ്മുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ്. നിങ്ങൾ ഇരിക്കുന്നിടത്ത് നിങ്ങൾ അരികിലേക്ക് അവൻ വരികയാണ്. അവൻ നിങ്ങളെ സ്നേഹിക്കുകയാണ്. നിങ്ങൾക്ക് ആർക്കും മാറി നിൽക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആരും അന്യരല്ല. നിങ്ങൾ സ്വന്തം ഭവനക്കാരത്രേ. നിങ്ങൾ വിശുദ്ധ വംശമാണ്, നിങ്ങൾ സ്വന്തം വംശമാണ്, നിങ്ങൾ ജീവനുള്ള ദൈവത്തിൻ്റെ പ്രിയ മക്കളാണ്. കയറി ചെല്ലുവീൻ പ്രിയപ്പെട്ടവരെ. പുത്രൻ തമ്പുരാൻ ഗോവണിയായി നമ്മുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വന്നിരിക്കുകയാണ്. ഏതൊരു പാപിയെയും സ്വീകരിപ്പാൻ സ്വർഗം തയ്യാറാണ്. ഏതൊരു പാപിക്കും രക്ഷപ്പെടാൻ സ്വർഗപിതാവ് വഴി ഒരുക്കിയിരിക്കുകയാണ്. അതാണ് സ്വർഗീയ ഗോവണിയായ കർത്താവായ യേശുക്രിസ്തു. ഈ ഗോവണിയിൽ കൂടി മാത്രമേ കയറിപ്പോകാൻ പറ്റുകയുള്ളൂ. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് ആദ്യ സമയങ്ങളിലെ പ്രസംഗത്തിൽ അപ്പോസ്തലനായ പത്രോസ് പറഞ്ഞത്, മറ്റൊരുത്തനിലും രക്ഷയില്ല. സ്തോത്രം. മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട
വേറൊരു നാമവുമില്ല. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഈ യേശുവിനെ കണ്ടെത്താനിടയായല്ലോ, ഈ യേശുവിനെ വിളിക്കാനിടയായല്ലോ, യേശു നമ്മളെ കാണാനിടയായല്ലോ, യേശുവിൻ്റെ സ്നേഹം നമുക്ക് കിട്ടിയല്ലോ. നാം എന്ത് ഭാഗ്യശാലികളാണ് പ്രിയപ്പെട്ടവരെ. നമുക്ക് ഈ ദൈവത്തിൻ്റെ വചനമല്ലേ കിട്ടുന്നത്, യേശുവിൻ്റെ വചനമല്ലേ നമ്മുടെ മധ്യത്തിലേക്ക് പൊഴിയുന്നത്, സ്വർഗത്തിൻ്റെ തേന്മഴയല്ലേ പോയി പൊഴിയുന്നത്, സ്വർഗത്തിൻ്റെ വിശിഷ്ട ഭുജങ്ങളല്ലേ, വിശിഷ്ട ഫലങ്ങളല്ലേ നമുക്ക് കിട്ടുന്നത്. ദൈവത്തിന് സ്തോത്രം. ഈ സ്വർഗീയ ഭോജനം ഭക്ഷിച്ച് നമുക്ക് ആനന്ദ വിവശരാകാം, നമുക്ക് നമ്മെ തന്നെ മറക്കാം, അവൻ്റെ കരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിക്കാം, അവനോട് വാക്ക് പറയാം. എൻ്റെ കർത്താവേ, എന്നെ തേടി വന്ന സ്വർഗീയ ഗോവണിയെ, എനിക്ക് വേണ്ടി നീ ക്രൂസിൽ മരിച്ചത് ഞാൻ അറിയുന്നു, എനിക്ക് വേണ്ടി തിരുരക്തം ചിന്തിയത് ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ പാപം നീ വഹിച്ചു ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ ഭാരങ്ങൾ നീ ചുമന്ന് ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ ഭാര ചുമടെല്ലാം ചുമക്കാനാണ് നീ കുരിശ് പേറിയതെന്ന് ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ ആകുല ഭാരങ്ങളെല്ലാം ചുമക്കാനാണ് നീ കുരിശും വഹിച്ചുകൊണ്ട് ഗോകുൽത്തായിലേക്ക് നടന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. രക്ഷക, നിൻ്റെ സന്നിധിയിലേക്ക് ഇപ്പോൾ ഞാനിതാ വരുന്നു, നിൻ്റെ പാദപീഠത്തിൽ ഞാനിതാ വീഴുന്നു, നിൻ്റെ പാദം ഞാൻ ചുംബിക്കുന്നു, എനിക്ക് വേണ്ടി ആണിയടിച്ച് തകർന്നതായ ആ തൃപ്പാദം ഞാനിതാ മൊത്തുന്നു, ആ പാദം ഞാൻ കെട്ടിപ്പിടിക്കുന്നു. യേശുവേ, നിൻ്റെ തിരുരക്തത്തിൽ ഞാൻ ആശ്രയിക്കുന്നു. ആ തിരുരക്തത്താൽ എന്നെ കഴുകണമേ, എന്നെ മുഴുവനായി കഴുകണമേ. ആ തിരുരക്തത്താൽ ദൂരസ്ഥനായി എന്നെ സമീപസ്ഥനാക്കി മാറ്റണമേ. യേശുവേ, ജീവനുള്ള പിതാവിനോട് അകന്നുപോയവനായ എന്നെ സ്വർഗീയ പിതാവിനോട് എന്നെ അടുപ്പിക്കുവാനായി സ്വർഗീയ പിതാവിൻ്റെ സ്വർഗീയ സന്നിധാനത്തിൽ നിന്ന് ഇറങ്ങി വന്ന ജീവനുള്ള പുത്രൻ തമ്പുരാനെ, എന്നെ നീ സ്വീകരിക്കണമേ, എൻ്റെ മേൽ നിന്റെ തൃക്കരം വെക്കണമേ, എന്നെ നീ കഴുകണമേ. നിങ്ങൾ പ്രാർത്ഥിക്കൂ, അവൻ്റെ കരങ്ങളിലേക്ക് നിങ്ങൾ ഏൽപ്പിക്കൂ, അവനോട് നിങ്ങൾ വാക്ക് പറയൂ. യേശുവേ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക. എൻ്റെ യേശുവേ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക. യേശുവേ, ഇന്നു മുതൽ ഞാൻ നിൻ്റെ വക. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ സ്വർഗീയ പിതാവേ, ഈ മഹത്വപൂർണ്ണമായ സുദിനത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, തിരുവചനങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. എൻ്റെ കർത്താവേ, നിൻ്റെ സ്നേഹം കാണാൻ ഞങ്ങളുടെ കണ്ണുകളെ തുറക്കുന്നതിനായി സ്തോത്രം. കർത്താവേ, നിൻ്റെ സ്നേഹം തിരിച്ചറിയാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ തുറക്കുന്നതിനായി സ്തോത്രം. എൻ്റെ യേശുവേ, നിൻ്റെ വാത്സല്യം വർണ്ണിപ്പാൻ ഞങ്ങളുടെ ബുദ്ധിയെ തുറക്കുന്നതിനായി സ്തോത്രം. എല്ലാവരെയും അനുഗ്രഹിക്കണമേ, എല്ലാവരെയും ശുദ്ധീകരിക്കണമേ, എല്ലാവരെയും വിശുദ്ധീകരിക്കണമേ, എല്ലാവരെയും തൃക്കരം വെച്ച് ആശീർവദിക്കണമേ, എല്ലാ നന്മകളാൽ നിറയ്ക്കണമേ. യേശുനാഥൻ്റെ സ്നേഹം നിറഞ്ഞ നാമത്തിൽ തന്നെ. ആമീൻ. ഹല്ലേലൂയ.